ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ലുക്കുണ്ട് സമ്മതിച്ചു അടവൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിൽ തന്നെ ഉത്സവമായ നിലമ്പൂർ പാട്ടുത്സവം. എന്താണ് നിലമ്പൂർ പാട്ടുത്സവം? എക്സൈറ്റഡ് ആണ് 2026. ഇവിടെ എന്താ ഉള്ളത് ഇജ് വന്നപ്പോൾ പറഞ്ഞേ? ഇന്ത്യ തന്നെ ഏറ്റവും മികച്ച വലിയ തോണി. നേരത്തെ പറയണേ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഇന്ത്യയിലെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ തോണി. എല്ലാവരും പറയുന്നത് തോണിയിൽ കയറുകയാണെങ്കിൽ ഏറ്റവും വക്കത്ത് പോയിരിക്കണം, മുകളില്. പക്ഷെ ബ്ലോഗ് എങ്ങനെ എടുക്കുക? അവിടെ പോയിരുന്നാലേ ഒരാൾ ഇപ്പുറത്തിരുന്നാലല്ലേ നമ്മളെ റിയാക്ഷൻ കിട്ടുള്ളൂ. തോണിന്റെ ഇപ്പുറത്തെ ഒരാളും നമ്മളിപ്പുറത്ത് പറയണേ. ഞാനും ഇതിനും ബ്ലാക്ക് ആണ്, സൗത്ത് ബ്ലാക്ക് ആണ്, ഇതിൽ രണ്ടാളും വൈറ്റ്. സൈക്കോ ആണ് വ്ളോഗ് എടുക്കുന്നത്. സൈക്കോ ഉണ്ട് നമ്മളെ കൂടെ. കുറച്ച് കഴിഞ്ഞാൽ അർച്ചിയും ബാസിലാക്കി വേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഒരു കോസ്റ്റ്യൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു മിക്സ്ഡ് സെറ്റ്, അതായത് ആരും ഇതുവരെ സ്റ്റൈൽ ചെയ്യാത്ത ടൈപ്പ് ഒരു മിക്സ്ഡ് സെറ്റാണ്. അപ്പോൾ ഒരു ലൂസ് ഫിറ്റ് അല്ലേ, ഒരു ലൂസ് ഫിറ്റ് ഫോർമൽ ഷർട്ടൊക്കെ, ഒരു സ്കിന്നി ഫോർമൽ പാൻറ്, അതിലേക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്ത് ഈ ആ സോക്സ് കണ്ടെടുത്താ അതിക്കൊരു തൊപ്പി ഇട്ടിക്കണ്. ഇവരെന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായില്ല. വലിയ ലുക്കിൽ വന്നതിന്. പക്ഷെ എന്താ ഉദ്ദേശിച്ചത് ശരിക്ക്? ഒരു വെറൈറ്റി മോഡല്. ആരും ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യാം. മോള് നോക്കുമ്പോ ഇവിടെ തൊപ്പിയൊക്കെ ഉണ്ട്. ഇതെന്താ എന്താ ബസ്സാണ് ജി? ബസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ സോക്സ് ഇത് മറ്റേ ലോഫർ ആ സോക്സ് ഒരിക്കാ നോക്കട്ടെ. ജില്ല ഇത് പാന്റ് ഇങ്ങനെ വെക്ക്. പാന്റ് ഇങ്ങനെ വെക്കണം. പാന്റ് ഇങ്ങനെ മടക്കും, ഒരു കാല് മടക്കും. സീൻ ഫാഷൻ ആവുമ്പോ. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറിയാക്കാം. ഉള്ളിൽ തോണി, മരണക്കിണർ, യന്ത്രം കഴിഞ്ഞാൽ പലവിധ സകലകുലാദി സാധനങ്ങൾ ഉണ്ടാവും. ഞാനും സാധാരണ പെരും തിരക്കുണ്ടാവില്ല കേട്ടോ. എന്നാണ് തീർക്കാം നമുക്ക്. എന്താവും നമുക്ക് വണ്ടി എടുത്താൽ മതിണ്ടോ? അപ്പൊ എന്തായാലും ഓല കൂടി എത്തിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി വെക്കാം. അപ്പൊ ഗൈസ് നമ്മളെ കൂടെ ഹർഷി എന്തൊക്കെ വർത്താനം? ഹായ്. അതാ നമ്മളെ മിന്നൽ സ്റ്റാർ മുത്ത കാണ. ഞാൻ തന്നെ വീട്ടിലെ സിനിമ കണ്ട് നിങ്ങൾ വന്നു പോയി. അങ്ങനെ ഒച്ചട്ടോ? ഒച്ച പോയി. ബാലി, ഈജിപ്ത് ഒക്കെ എടുക്കല്ല. ബാലില് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ വെച്ചാൽ ATV റൈഡ്. അത് കോട്ടിക്കണ കായ്ക്ക് ഒന്നും പറയാൻ. പീക്ക് മെയിൽ മാഡ്നസ്. ഓ മറ്റേ ഗുഹന്റെ ഉള്ളിൽ കൂടെ ഒക്കെ, വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഇന്ന് വേറെ അഡ്രനാലിൻ റഷ് ഉണ്ട് തോണികള്. മൊത്തം എന്താ വർത്താനം? എന്തിനു വന്നവിടെ? എന്ത് കാണാന്? എന്ത് കറങ്ങാന്? പറയ, എന്ത് കാണാനാ വന്നത്? എന്തുറിഞ്ഞാലൊക്കെ നമ്മളിവിടെ കറങ്ങണോ? നമ്മൾ വേറെ വൈബാണ്. ഇജ്ജ് ഒറ്റക്ക് ഇറങ്ങാൻ വന്നേ. അപ്പൊ ഒറ്റക്ക് ഇറങ്ങണതിൽ എന്തൊരു ആനന്ദമാണ് ഇജ്ജ് കണ്ടെത്തിയത്? ചെങ്ങന്മാരും വിടില്ല, അന്നെ മാത്രം വിട്ടു. പരീക്ഷ എവിടെ ചെങ്ങന്മാരെ വിടാത്ത? അപ്പൊ ഒറ്റക്ക് ഇറങ്ങി സമ്മതിച്ചു. ആ വൈബ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒറ്റക്ക് ഇറങ്ങണ സന്തോഷം കിട്ടുന്നുണ്ടോ ഒറ്റക്ക് ഇറങ്ങുമ്പോ? പക്ഷെ ചെങ്ങന്മാരും വൈബ് കിട്ടുന്നുണ്ടാവില്ല അല്ലേ? ഒറ്റക്ക് ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ അതോ ഓല വിടാത്തോണ്ട് ഒറ്റക്ക് ഇറങ്ങിയാണോ? അതേ ഉണ്ടാവുള്ളൂ. കൊടുകൈ. എന്നാ അങ്ങനെ ആവട്ടെ. എന്നാ ഇൻഷാല്ലാ കാണാം. നമ്മള് പോട്ടെ. ഇജ്ജ് വരും, ഞങ്ങൾ പോരും. ഞങ്ങൾ ചെങ്ങന്മാരെ നമ്മൾ പ്രശ്നമൊന്നുമില്ല. എന്നാ നടക്ക്. ആയിക്കോട്ടെ. ഫസ്റ്റ് നമ്മൾ ഏത് റൈഡിലെ കയറണ്ടേ? ഫസ്റ്റ് ഏത് റൈഡിലെ കയറണ്ടേ? ഫസ്റ്റ് തോണി. നമ്മൾ മാക്സിമം 1 ലക്ഷം തോണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തോണി എന്നൊക്കെയാണ് ഇവര് പറഞ്ഞു കേട്ടോ, നിലമ്പൂര്. അപ്പൊ എന്തായാലും നമുക്ക് പോയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തോണിയാണെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ആവോ അല്ലേ? തോണി അല്ലെങ്കിലും സീനാണ്. ഇപ്പൊ ചെറിയ തോണിയാണെങ്കിലും അത് ഈ അറ്റത്തേക്ക് പോകുമ്പോ ഒരു നെഞ്ചത്തുനിന്നൊരു കാളല് വരാണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അർച്ചി ആദ്യം തന്നെ നമുക്ക് കഴിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ? നല്ലൊരു തുടക്കമാണെങ്കിൽ എന്താണ്, കഴിച്ചിട്ട് തുടങ്ങണം അല്ലേ? അതെ, കഴിച്ചിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പോപ്കോൺ ഐശ്വര്യമായിട്ട് അർച്ചി വാങ്ങിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും നടന്നു വരികയിൽ അർച്ചിനെ മാത്രം കാണാനല്ല. അപ്പൊ അർച്ചി പോപ്കോൺ വാങ്ങാൻ നിർത്തിയാണ്. ബലൂണും വേണോ? ബലൂൺ തിരിച്ചു വാങ്ങാം. ഇപ്പോഴേ വാങ്ങിയ പൊട്ടി പോകും. അതാണ് എന്റെ നാക്ക്. നമ്മളൊരു പരിപാടി പോപ്കോൺ പരിപാടി തുടങ്ങാം. അതെ, പോപ്കോൺ ആദ്യം കഴിച്ചിട്ട്, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്തും തുടങ്ങാൻ പാടുള്ളൂ.
തുടക്കങ്ങൾ ആനന്ദകരമാക്കാൻ ആദ്യം കഴിക്കൂ ഭക്ഷണം. ഇതായിരിക്കാം വേണ്ടേ? എന്ത് ഇത് ഹൈഡ്രജൻ അല്ല, അത് ഹൈഡ്രജനാ? ഹൈഡ്രജൻ ബലൂണാണ് അടിപൊളിയാണ് കേട്ടോ. എടാ വേഗം നടക്കി, ഇതിപ്പോ പൂട്ടുള്ളിലെത്തുമ്പോ ആദ്യം എടുക്കാൻ പോവാ അറിയുന്നേ. ബാസിലാക്ക് ഇവിടെ, ബാസിലാക്ക് പോയോ? ചോദ്യമല്ല, എന്ത് ചോദ്യമാണ്? കൊണ്ടെടുക്കാനാ? അപ്പൊ ക്ലിയർലി കിട്ടും. നിങ്ങളുടെ പേരെന്താ? ഓക്കെ കാണാം. ഞാൻ ഉമ്മാനോട് ചോദ്യം എന്താ പറയുക? ചോദ്യം ഞാൻ പറഞ്ഞതാ. ഓക്കെ. മറ്റേ എന്താണോ നമ്മള് പോകുമ്പോൾ മറ്റേ സങ്കടപ്പെടും, വരുമ്പോ സന്തോഷം പോകും. കറണ്ട് കേട്ടോ. ഞാൻ ഉമ്മാനോട് കണ്ടോ? ചോദ്യം ചോദ്യം ഉത്തരം ഓരോന്നെ പറഞ്ഞു നിങ്ങളുണ്ടോ? വൻ ബിൽഡപ്പാണിഞ്ഞ് ചോദ്യം മാറ്റി ചോദിക്കോ? ചോദ്യം ചോദിക്കും, ഉത്തരം ചോദിച്ചോളി. വരുന്നുണ്ട് അല്ല നിന്നോ, ഞാൻ ഉത്തരം പറയും. വാ വാ വാ, ഏയ് വാ, ഉത്തരൊക്കെ നമുക്ക് കിട്ടും. അതോ ഇവര് പറഞ്ഞു നിൽക്കുന്ന ഉത്തരേ. ചോദിക്ക്. വാ വാ, ആദ്യം എന്നോട് ഇവിടെ 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 ആ കുട്ടി ചോദിക്കട്ടോ. നമ്മൾ അഭിനയിക്കണം അങ്ങനെ. എന്നായിക്കോട്ടെ. ആക്ടിങ് ആക്ടിങ് ഈസ് ഡിമാൻഡഡ്. ഈ ചോദ്യം കഴിഞ്ഞ് നമ്മൾ നേരെ പോകും. ആക്ടിങ് പാവണ്ടോ കുട്ടി? പാവം കുട്ടീനെ കൊണ്ടാ ചോദിപ്പിക്കണത്. മാനശാസ്ത്രത്തിന് വന്ദനം. അപ്പൊ നമ്മക്കിന്നിവിടെ മാനശാസ്ത്രത്തിന് വന്ദനം. അപ്പൊ നമ്മക്കിന്നിവിടെ ഈച്ചുവിനെയും റിനാനെയും അഫീഫിനെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? ചോദിക്കാം. ആദ്യം മോൻ പറയട്ടോ. ആദ്യം ഒരു ചാൻസ്, പിന്നെ ഒരു ചാൻസ്, പിന്നെ എനിക്കൊരു ചാൻസ്. ചോദിച്ചോ. നമ്മളെ വന്നിട്ടുള്ളൂ, എൻജോയ് ചെയ്യാൻ പോണുള്ളൂ. കറങ്ങട്ടെ. ഓക്കെ. ഓ സെറ്റാണ്. ചോദിച്ചോ. കേൾക്കാത്തോണ്ട് എങ്ങനെ നിക്കണേ? ചോദിച്ചോ. എന്നാ പോകുമ്പോൾ സങ്കടം, വരുമ്പോൾ സന്തോഷം. പോകുമ്പോൾ എന്റെ അടുത്ത് കുടിച്ചോ. പോകുമ്പോൾ സങ്കടം, വരുമ്പോൾ സന്തോഷം. കുട്ടി ഇവരൊക്കെ ബാക്കി പോവാ. കുട്ടി പോകുമ്പോ സങ്കടം, വരുമ്പോ അത് പറ്റുമോ? കുട്ടി ബ്രേക്കപ്പ് ആക്കി പോവില്ലേ? അത് പറ്റൂല, അത് പറ്റൂല. എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ല. പോകുമ്പോ കരണ്ടാണോ? കരണ്ട്. താങ്ക് യു. സമ്മാനം ഉണ്ടോ? എന്താണ്? ഫോളോ ചെയ്തില്ല. ഫോളോ ചെയ്തില്ല. എന്താണ് ഫോളോ ചെയ്തപ്പോ ഇല്ല, നമുക്കറിയില്ലല്ലോ അങ്ങനെയാണ്. ഇനി ഫോളോ ചെയ്യും. കിട്ടിലോ? ഇജ്ജ് ഫോളോ ചെയ്തിട്ടില്ലല്ലോ. ഒപ്പം ഫോളോ ചെയ്യാനാണ്. ഇപ്പൊ ഫോളോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ല ചെയ്തില്ല. ഇപ്പൊ ഫോളോ എന്നാ അടുത്ത പ്രാവശ്യം ആക്കാം. സമ്മാനം ഉണ്ടോ? ഫോളോ ചെയ്യാതെ. ഓക്കെ താങ്ക് യു. സമ്മാനം കിട്ടിട്ടോ. ഓക്കെ താങ്ക് യു. സമ്മാനം കിട്ടി. നമ്മള് കണ്ടില്ലേ നമ്മളെ വീഡിയോ? കാണല്. ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കില്ല. ഉത്തരം ജെന്യൂൻ ആയിട്ട് പറഞ്ഞതല്ലോ. ഇൻഷാ അല്ലാ നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കി.
മരണക്കിണറോളോ അത് നമുക്ക് അർഹതയില്ലാത്ത പ്രൈസാണ്. നമ്മൾ നേരെ തോണിക്കാണുണ്ടോ പോകാൻ പോണത്. ചില്ലറയുള്ളവർ ചില്ലറ കൊടുക്കണേ, ചില്ലറയുള്ളവർ ചില്ലറ കൊടുക്കണേ. വാസിലാക്കൂടെ അതാ ഇവല് വൻ സ്ലോ ആണ് കേട്ടോ, കപ്പിൾസിന്റെ പോലെ. എടാ നമ്മളൊന്ന് ആലോചിച്ച് നടന്നാണി അവിടെ എത്തൂലേ. 10 മണിക്ക് നടക്കും ഫസ്റ്റ് നമുക്ക് തോണി കയറണം. ആ അതല്ലേ പറഞ്ഞേ, ആദ്യം തോണി കയറാന്ന് അറിയാൻ പറയണേ. എന്താ നിങ്ങളെ അഭിപ്രായം? നല്ല അഭിപ്രായം. തോണി കാണട്ടോ അവിടുന്ന് പിന്നെ കൈ നോക്കാൻ പോയി. തത്തമ്മ കൂട്ടിന് തന്നെ ഇറങ്ങിയില്ലായിരുന്നു. റിനാന് അവിടെ കൊറേ കൈ നോക്കണ ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പൊ ഇന്റെ ഒന്ന് നോക്കി വെച്ചപ്പോ ചേച്ചിന്റെ ഇങ്ങനെ ഒരു നോട്ടം ഓനെ. പിന്നെ തത്തമ്മ കൂട്ടുന്ന ഇറങ്ങണില്ല. അപ്പൊ പറഞ്ഞിട്ട് പോയിക്കോ പിന്നെ നോക്കാം. പോയാ ടിക്കറ്റ് തരില്ലാന്നോ? അതാരാ പറഞ്ഞേ? അങ്ങനെ ഉണ്ടോ? തോണി തോണി ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. എടുക്കണില്ലേ വ്ളോഗ്? ആരും എടുക്കണേ. അപ്പൊ റിനാനും ടീമൊക്കെ ഇതിന്റെ വരി എവിടെയാണ്? ഇതില് കേറിക്കോ. അത് പിന്നെ അറിയാം, വരി പെട്ടെന്ന് നീങ്ങും. ആദ്യം നമുക്ക് ഇതിന്റെ വരി എവിടെ ഉണ്ട് നോക്കി നോക്കട്ടോ. ഓക്കെ ഇതെവിടുക്ക പോണേ? അവിടക്ക് എല്ലാം പോയി. ഭയങ്കര തിരക്കാട്ടോ. അവരെ ചേസ് ചെയ്ത് പോകാൻ എളുപ്പമാണ് കേട്ടോ. എവിടെ ജിമ്മി? എവിടെ ജിമ്മിനെ കണ്ടില്ലല്ലോ ഗൈസ്. ജിമ്മി എവിടെ പോയി? ജിമ്മിനെ കണ്ടുപിട്ടി. ഹായ് ഹലോ അറിയൂ. ഫാമിലി ഉണ്ടോ? ഫാമിലി ഉണ്ടല്ലേ? കേറിയ തോണി കയറിയോ? സീന ലോകത്തിലെ ഏറ്റവും വലിയ തോണി അടിപൊളിയാ ആണോ? എന്നാ വാ അതിൽ പോയി വരി കറിയാനേ. ആ നിങ്ങൾ അയച്ച മാത്താനോടെ കയറിയല്ലേ? അന്ന് ഞാൻ ഇല്ലേനു. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ് പറ. പറയൂല പറയൂല തിന്നാനല്ല പറയ്. മൈക്ക് പിടിച്ചു പറയോ? ഹായ് ഗൈസ് പറയോ? ആ ജിംഷാദിന്റെ മൈക്കാക്കണ്. ജിംഷാദിന്റെ കൈത്തില്. ആ ഇത് ജിംഷാദിന്റെ മൈക്കൊന്നല്ല. നമ്മള് പോയാലോ? അതിൽ പോയി വരിക്കട്ടെ. ഇല്ലേ ഇന്നൊന്നും കയറലുണ്ടാവില്ല. ബലു വാനി ലാഗാണേ. ബലി നടക്ക്. വാ വാ വാ. ഇത് പിടിച്ചിട്ടുണ്ടോ? എനിക്ക് പേടിയാണ്. ടിക്കറ്റ് നമ്മൾ എത്ര ആൾക്കാരുണ്ട്? ബാസിലാക്ക് പറഞ്ഞില്ലേ? ബാസിലാക്ക് പിന്നീട്ടോ ഞാൻ കേറില്ല. അത് മനസ്സിലായി. ആ ലോകത്തിലെ ഏറ്റവും വലിയ തോണിയാണ്. വാട്ടോ തോണി കയറട്ടോ. ആ വാ അത്രേ ഉള്ളൂ. ഇങ്ങനെ പേടിക്കാതാ. അർശി വേഗം കുട്ടിയുടെ അടുത്ത് തോളത്ത് വെച്ചേക്ക എന്നാ കാരണല്ലോ. എടാ ഇത് വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ റിനാൻ അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കണോ? കാണാൻ നിക്കണല്ലോ. അത് പരിയാണ് അതിന്റെ. ഇതാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ തോണി. നോക്കട്ടെ കാണിച്ചു കൊടുത്താ. ഈ അറ്റത്തേക്കുള്ള കാണിച്ചു കൊടുക്കും. ആ ബാ ബാ പൈസ കൊടുക്കട്ടെ. ഇത് പിടിച്ച വരി താട്ടണേ. അല്ല ലോകത്തിലെ ഏറ്റവും വലുപ്പല്ലെന്ന് പറഞ്ഞ
സ്ഥലം കൂടിയൊക്കെയാണോ? എന്താണ് അതൊക്കെ? അറ്റത്ത് പോയിരിക്കുന്നു. മിന്നിക്കണ് 4, 5, 6, 7 ഇപ്പൊ എണ്ണുണ്ട് നിലവിലെ ഏക്കറിൽ എടുക്കാം. ഇത് ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ നിക്കണ പോണ ആൾക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓരോ എക്സ്പ്രഷൻ അന്ന് സൂമിലിട്ട എങ്ങടെ അവിടെ എന്താ കാണൂ എങ്ങായി ഇപ്പുറത്ത് നല്ല ലേറ്റാ. അത് കണ്ടോളിട്ടോ പേടിച്ച്. ഇത് നിർത്താനായി തോന്നുന്നുണ്ടോ? ഈ സൈഡ് ഒരു സീനും ഇല്ല, ആ സൈഡ് ഫുള്ള് നല്ല ഒളിച്ചാട്ടോ. ചെറുക്കനൊക്കെ പൊടിച്ചിരിക്കുന്നുണ്ട്. ഈ സൗണ്ട് കേൾക്കണേന് അത്ര പേടി ഞാൻ നിക്കണില്ല. കാര്യം ഞാൻ ഒറ്റപ്പുത്തിയൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോ ഒരു പേടിയുണ്ട്. എന്നാലും നമുക്ക് അറ്റത്തേക്കടെ കയറി നോക്കാം അല്ലേ? ഒരാൾ നടുവിൽ ഇരിക്കേണ്ടി വരില്ലേ? നല്ല വീഡിയോ വിട്ടോളൂ, അത് ജയിക്കാറല്ലേ? അർച്ചി വേഗം സൈക്കോന്റെ പോണോ കണ്ടേ തോണി കയറുന്ന വ്ളോഗ് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിക്കണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ചെറുക്കാൻ ബാക്കൊക്കെ വരാം. എടാ അറ്റത്ത് കയറണോ? ഒരു മിഡിലൊക്കെ കയറിയാ പോരെ? നിങ്ങളെ കണ്ടാ മതി. വാസിലാക്കേ ആ മോളെ എവിടെ മോളെ? ഞാനിപ്പോ വരും. നിലമ്പൂർ പാട്ടിലാണ്. നിലമ്പൂർ പാട്ട് ഇപ്പൊ കഴിയും, കഴിഞ്ഞാൽ വേഗം വരും. ഇല്ല മോളെ റൈഡിലൊന്നും കേറുന്നില്ല, സേഫാണ്. ഏയ് റൈഡിലൊന്നും കേറില്ല മോളെ, ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ സേഫ് ആയിട്ടൊരു കാട്ടിൽ നിൽക്കുന്നുണ്ട്. സൈഡില് മെല്ലെ ഫുൾ പൊളിക്കാറുണ്ട്. അവിടെ പോയി നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ, ഞാനില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബായ് ഇരിക്കണോക്ക് മുത്തേ, ഒരു ഫീലുമില്ല. ബായ് ഇതൊക്കെ എന്ത്? ഞാൻ ഊഞ്ഞാല ആടുന്ന പോലെയാണ് നിന്ന്. ബായ് ഞാൻ ഡെയിലി ആടുന്നതാണ് ഊഞ്ഞാല പോലെ. ബായ് ഇരിക്കണോക്കിയ ഒരു റിയാക്ഷനും ഇല്ല കേട്ടോ. നോ റിയാക്ഷൻ, ഓൺലി റിയാക്ഷൻ. ആയിക്കോട്ടെ, ഓക്കേടാ. ബായ് ഒരു സീനില്ലാതെ ഇരിക്കണം കേട്ടോ എന്റെ മോനെ. ബായിക്ക് ബ്രേക്കപ്പ് കിട്ടിയതാണോ ബായി മാസാക്കണം എന്താന്ന് അറിയില്ല. പക്ഷെ എന്തായാലും മാസം ആയിക്കണേ. അതാട്ടോ ബായി ഇറങ്ങണോളി ബായി ഇപ്പൊ ഇറങ്ങും. ബായിക്ക് 10,000 ഓറ ഒറ്റടിക്ക് കയറിട്ടോ. ഇനി എന്തായാലും നമ്മള് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ ആ അറ്റത്താണ് കയറാൻ പോണ കേട്ടോ. എല്ലാരും ഈ അറ്റത്ത് എല്ലാരും കയറാൻ പോവാണ്. അർച്ചി പഠിക്കുന്ന വ്ളോഗ് എടുക്കും. അപ്പൊ ലെറ്റ്സ് ഗോ. എങ്ങനെ ഇരിക്കും? അപ്പൊ ഫുൾ എക്സൈറ്റഡ് ആണ് നമ്മള്. പേടിയൊന്നുമില്ല, നമുക്കങ്ങനെ പേടിയൊന്നുമില്ലല്ലോ അല്ലേ? പേടില്ലല്ലോ. നമ്മളിതിന് പേടിക്കണം, നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. സ്റ്റാർട്ടാക്കിട്ടോ. സുബ്ഹാനല്ലദീ സഹറ ഹാദാ വമാ കുന്നാ ലഹു മുഖർനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യാ അല്ലാഹ്. ഇല്ലടാ ഇത് വലിയ സീനൊന്നുമില്ല. ഇതൊക്കെ ഇത് അല്ല, ഇതിനെക്കാട്ടിലും പൊന്തും. ഇതിനെക്കാട്ടിലും പൊന്തോ? അവിടെ ഇരിക്കടാ, അവിടെ ഇരുന്ന ഇതിനെവിടെ കേട്ടോ. അവിടെ അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്നെ വിട്ടു വലിയ കുഴപ്പമില്ല. കേട്ടോ വലിയ കുഴപ്പമില്ല. വിചാരിച്ചത്ര പേടിയൊന്നുമില്ല.
എന്നെത്തുന്ന ഒരു കടച്ചിലങ്ങ് വരും ഇറങ്ങുമ്പോ. ലോകത്തിലെ ഏറ്റവും വലിയ തോണിയിട്ടത്. അർഷിത് എങ്ങനെ ക്യാമറ പിടിച്ചിരിക്കണേ? അർഷിനെ സമ്മതിച്ചിട്ടോ? അടാ അർഷി എങ്ങനെ ഇരിക്കണേ? ഇപ്പം പോകണേ, ഞാൻ പിടിച്ചിക്കണ്. മതി ഈ ചങ്ങ എടാ ഇപ്പം വെയിറ്റ് ഇല്ലാത്തോണ്ടേ ഇപ്പം പൊന്തി പോവാ. മതി ബൈ 500 അധികം തരുക മതി. നിർത്തി ഇപ്പൊ പൊന്തിനൊക്കെ മതി അല്ല മതിയടാ ഇപ്പൊ നിർത്താതെ. മതി കൈ എടുക്കാൻ പറ്റില്ല. ഇടച്ചങ്ങായി പോടാർന്ന് അത് കൈയ്യട് തരായിട്ട് എന്റെ മോനെ. മതി ഞാനില്ല. മതി ഇപ്പം പറക്കണേ. ഞാൻ ഇവനും കൂടി പിടിച്ചാണ്. ഞാൻ ഇന്നെ മാത്രം പിടിച്ചാ പോരെ. ഇവനും കൂടി പിടിച്ച ഇവല്ലേ മോള് പോകുമ്പല്ലേ ഇങ്ങനെ പൊന്നുണ്ട് ഇതിന്. ഒന്നും പറയല്ല അർഷി. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് റൈഡ്? ഇഷ്ടപ്പെട്ടു. ഓക്കെ പിടിച്ചിറങ്ങിക്കോളി. താഴത്തേക്ക് പോവും. ചെക്കന്മാരെങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഒന്നും പറയല്ല, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. भैया क्या बात है, एक नंबर ड्राइविंग. हेवी लाइसेंस है? सब है. अच्छा ड्राइविंग. यूट्यूबर है. ड्राइव अल्लाह. ओ सऊदी രക്ഷിച്ചിട്ടോ. സ്പൈഡർമാൻ. നൈസ് ഡ്രൈവിംഗ്. സേഫ് ഡ്രൈവ്. സീറ്റ് ബെൽറ്റ് ഇടാലോ. ഫോണൊക്കെ പാറാ. എടാ നിങ്ങളെ ഇങ്ങനെയാകുമ്പോ നീച്ചെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ സീൻ റൈഡ് ചെയ്തു. സമ്മതിച്ചു കൊടുക്കേണ്ട മുതല് നമ്മളാരും അല്ലതാ അർഷി. ഒരു തരി പോലും പതറാതെ ഒരു കുലുക്കവും ഇല്ലാതെ തിരിഞ്ഞു നിന്ന് കണ്ട് സംഭവം പേടിയുണ്ടെങ്കിലും വ്ളോഗ് അങ്ങനെയൊക്കെ എടുത്തിക്കണം അർഷി. അത് ഞാൻ സമ്മതിച്ചു. ബിഗ് ഫാൻ. എന്നാ ഇത് പിടിച്ചാ എല്ലാരും കൂടി. ഞാൻ ആയിക്കോട്ടെ. കൊല്ലോ. എന്റെ പേരെത്താ? എന്താ നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നല്ല റൈഡേനു. സ്റ്റീലൊക്കെ എന്താ പറയാ? പുറത്തുനിന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന് കയറോ? പിന്നല്ല. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത റൈഡ് പോവാ. കണ്ടേ നിൽക്കണേ ഗൈസ്. അപ്പോ അർഷിയാണ് എറിയാൻ പോണതെന്ന്. അർഷി എത്ര എണ്ണം കൊള്ളിക്കും? അർഷി ഇപ്പൊ തന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങോട്ട് വാ. ഒറ്റ ബോളുള്ളൂ. ഞാൻ കൊടുക്കാം. അപ്പൊ 50 രൂപയ്ക്ക് വരെ കയറാനുണ്ടോ? ആദ്യം അർഷി എറിയാൻ പോവാണ്. 50 രൂപ വെച്ചോ. മിക്കവാറും അടുത്താക്ക് കയറേണ്ടി വരും. ഒറ്റ കയറുള്ളൂ ഇറച്ചി. ഒറ്റ കയറ്. യാ സത്താർ യാ മത്താർ യാ ഹൂ.
ഒന്ന് മാത്രം പോയില്ല കേട്ടോ. ഇതാ ഒന്നുകൂടി അടുത്ത സൈക്കോ നബിലെണ്ണയാണ് എറിയാൻ പോണത്. സൈക്കോ ആംഗിൾ പിടി സെൻട്രൽ എന്ന് പറഞ്ഞാലേ അത് നടുത്തേന് കൊള്ളുള്ളൂ. ഫുള്ള് ചാടണം. അതാ ഫുള്ളി ചാടി. ഫുള്ള് ചാടി എന്താ കിട്ടുക? ഇതിന് എന്ത് കൊടുക്ക? ഇതിപ്പോ തന്നെ 100 രൂപ പോയിട്ടോ. എടാ എനിക്ക് ഈ ബാറ്റ് വേണമെങ്കിൽ 50 രൂപയൊക്കെ അവിടുന്ന് കിട്ടുവേ. 100 രൂപയൊക്കെ എറിയണോ? എന്നാ ശരിക്കും നിന്നേറി. അപ്പൊ സൈക്കോ ആണ് എറിയാൻ പോണത്. സൈക്കോ നബീലെണ്ണ നേരെ ആ പെട്ടിമകട് കൊണ്ടിട്ട് പന്ത് തിരിച്ച് കച്ചിക്കരെ കൊണ്ടു. എന്ത് തമ്മില ചേർന്ന് സൈക്കോ ഒറ്റേറ് നേരെ അയിമ തട്ടി സൈക്കോനെ കച്ചിക്കനെ വന്നു. എനിക്കറിയില്ല. ഇങ്ങോട്ട് വാ. റെക്കോർഡാവണില്ല നോക്കിയാ. ഇവനോടെ ചോദിക്കണ്ടേ? മുന്നിന്ന് എടുത്തോ. മുന്നിന്ന്. നിലമ്പൂരിന്റെ ആദ്യകാല പേരെന്താ പറയും? നിലമ്പൂരിന്റെ ആദ്യകാല പേര് നിലമ്പൂരിന്റെ ആദ്യകാല പേര് കോവിലകം. കോവിലകോ? എനിക്കറിയില്ല. നിലമ്പൂര് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കേ. നിലമ്പൂരിന് ആദ്യം വേറെ പേരുണ്ടേനു. ഒരു തീരെ അറിയാൻ മതിയില്ല. മെല്ലെ മുങ്ങട്ടോ. നിലമ്പൂരിന്റെ ആദ്യകാല പേര് ചോദിച്ചാ എനിക്കറിയില്ല സത്യമായിട്ടും. ഫാസിലാക്കാക്ക് അറിയോ നിലമ്പൂരിന്റെ ആദ്യകാല പേരെന്താ? നിലമ്പൂരിന്റെ ആദ്യകാല പേര് ചെട്ടിയങ്ങാടി എന്നൊരു പേരുണ്ടേ. അത് റിനാന് പറഞ്ഞു. റിനാനേ കോവിലകന്ന്. ചെട്ടിയങ്ങാടിയാ ആണോ? ചെട്ടിയങ്ങാടിയാ? എന്ത് നിലമ്പപുരി? അങ്ങനെ പേരൊക്കെ ഉണ്ട്. നിലമ്പപുരിയോ? നിലമ്പപുരിയോ? ഏതാണോ? എത്രയോ ടീം ചോദിച്ചപ്പോ. അടുത്ത നമ്മൾ കയറാൻ പോണ റൈഡ് ബ്രേക്ക് ഡാൻസ് എന്നാണ് ഈ റൈഡിന്റെ പേര് കേട്ടോ. അപ്പൊ ബ്രേക്ക് ഡാൻസിൽ ഇപ്പൊ ബ്രേക്ക് ഡാൻസ് അതിനെ ആകെ പോലെ. ഞാനും സിദ്ധിന് വന്നില്ലേ? നമ്മളാണ് ആ ഒരു മാച്ചുള്ളൂ. എടാ ജി ഞങ്ങളെ മുന്നേത്തെ വണ്ടി. എടാ എല്ലാരും ഒരു വണ്ടി കയറ്. അർഷിയ ഇതില് കയറ്. നമ്മളിതില് കയറാം. ഇജ് മുന്നിൽ കയറിക്കോ. ഇതിപ്പോ തന്നെ കറങ്ങൽ തുടങ്ങിയോ? അപ്പൊ ഞാനും ഇപ്പൊ തന്നെ വിടല്ലേ? ഞാനും ഉണ്ട്. ഇതിപ്പോ അല്ലാ എങ്ങനെ വ്ളോഗ് എടുക്ക? എല്ലാരും എടുക്കണോ? എല്ലാരും എടുക്കണോ? അർച്ചി ഒറ്റക്ക് അവിടെ പോയി കയറിക്കണ കേട്ടോ. അർച്ചി ഒറ്റക്കുള്ളൂ അവിടെ പോയി കയറിക്കണ. അർച്ചി അത് കാണിച്ചു. അർച്ചി ഇതില് കയറ്. സൗദിന്റെ ഒപ്പം. എടാ ഇതില് കയറി. എന്നാ എല്ലാവർക്കും ഒപ്പം പോവാ. വരുമോ? കറങ്ങാറോ? ഈ സാധനം കറങ്ങും, ആ വണ്ടി കറങ്ങും. മൊത്തത്തിൽ 360 നമ്മളെ നടുക്കും ഇങ്ങനെ. റിനാനിപ്പ തന്നെ തല ഇറങ്ങിക്കണോ. ആകെ പിടുത്തം വിട്ടിക്കണ റിനാനിപ്പ തന്നെ. എന്താ ഒന്ന് കണ്ടറിയാ. റിനാനെ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഛർദിക്കോ? ഇത് വലിയ സ്പീഡൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ വലിയ സ്പീഡൊന്നും ഇല്ലല്ലോ. അവിടെ രണ്ടാളൊക്കെ അവിടെ സൗദും അർഷിം സീനാണ്. ഇവനാകെ കറങ്ങട്ടോ ക്യാമറയും പിടിച്ചിട്ട്. അല്ലോ അടാ ശരിക്കും പിടിട്ടോ. മതി. ഇതെങ്ങനൊക്കെ കറങ്ങണേ? എടപ്പള്ളി സ്റ്റോപ്പില്ലട്ടോ. അയ്യോ ഇതെങ്ങനെയൊക്കെ കറങ്ങണേ? കറക്കി കണ്ടിട്ടല്ലേ? അല്ലോ
ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തല കറങ്ങുണ്ടെങ്കിൽ ഞാനൊരു ഉത്തരവാദിയല്ല. ഞാൻ ഉത്തരവാദിയല്ല. എല്ലാരും മെല്ലെ എങ്ങനെ മതി 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 മതി. ആയ് അല്ലാ ബ്രേക്കില്ല പിടിച്ചിരുന്നോ? ഇത് എന്തൊക്കെയാണോ അർച്ചി വാങ്ങിക്കണേ. അർച്ചിക്ക് സാധനം മേടിച്ചു. ഇത് ആർക്ക് വേണ്ടി മേടിച്ചു? എന്തിനു വേണ്ടി മേടിച്ചു? പണ്ട് ഇതൊന്നും ഇല്ലേനോ? പണ്ട് കുട്ടികളൊന്നും ഇല്ലേനോ? അപ്പടെ കുട്ടികളുണ്ടായ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുമ്പള വിടുന്ന ഒരു ആനക്കുട്ടിനെയാണ് അർച്ചി വാങ്ങിയത് എന്നുള്ളത് അർച്ചിക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും ഇല്ല. അപ്പാപ്പാന്റെ കുട്ടി വാങ്ങാൻ പറഞ്ഞു വാങ്ങിയാണ്. വേറെ തോക്കുണ്ട് തീപ്പെട്ടിട്ട് വിടണേ. എടാ സൗദേ അവിടെ കാക്ക. പക്ഷെ അത് തീ കാണണ്ടേ നമുക്ക്? അങ്ങനത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഈ കാറ് കിട്ടാൻ വേണ്ടിട്ട് ട്രാക്ടർ സോറി അല്ല നമ്മൾ കൊണ്ടുപോകില്ല. അന്ന് എന്തായിട്ട് വെച്ചാല് റബ്ബറും കുരു വിൽക്കാൻ പറ്റും. ഇപ്പൊ പറ്റും അറിയില്ല. അയലോക്കത്ത് കൂടി ഇല്ല തൊടു കൂടിയും പറമ്പ് കൂടെ ഒക്കെ പുറക്ക് ഒരു ചാക്ക് റബ്ബറും കുരു ചില 50 രൂപ 40 രൂപ കിട്ടുള്ളൂ. എന്നിട്ട് വിറ്റാണ്ട് എന്താ ചെയ്യും? പള്ളി പെരുന്നാളിന് ഇത് വാങ്ങും. ഓരോ ഓർമ്മകൾ തോക്കാൻ ഇഷ്ടം. പണ്ട് തൊട്ടേ വയലൻസ് ആണ് നമുക്ക് താല്പര്യം. വണ്ടിയും അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഈ തോക്ക് ഇതൊക്കെ കാണുമ്പോ തന്നെ കണ്ടോ ഒന്ന് വെടി വെച്ച് നോക്കാൻ ആർക്കാരും തോന്നൂല്ലേ. ഇതെങ്ങനെ അറിയോ? തീപ്പെട്ടി കൊള്ളി ഉള്ളിലിടുക എന്നിട്ട് വെക്കുക. ഞാനും തോക്കൊക്കെയാണ് നേടിനോ തലക്കുമ്പുറത്ത് വെച്ച് കടന്നുറക്കം ചെയ്യും. അഥവാ ആരെങ്കിലും ഒറ്റയ്ക്ക് രാത്രി സ്വപ്നത്തിലൊക്കെ എടുത്തു വെടിവെക്കാൻ സംഭവം മുത്താണെങ്കിലും തലക്കണി വീട്ടിൽ വെച്ച് നമ്മൾ കടന്നുറങ്ങുള്ളൂ. ഒരു സേഫ്റ്റിക്ക് കള്ളന്മാര് വന്ന ചടപടെ വെക്കാലോ. അത്രേ ഉള്ളൂ. അപ്പോ സൗദിന് ഇതൊന്നും ആണെന്ന് ഇതിന് എത്രയാ? 100 രൂപ. ഓക്കെ റെഡി ക്യാഷ്. ഒന്നും പറയല. എന്നാലും ലാസ്റ്റ് എത്ര പോകും? ലാസ്റ്റ് എന്നാലും നിങ്ങൾ നമ്മളെ ഒരു ഇതില് അങ്ങനെ പറയൂല. കമോൺ ഒന്നുകൂടി ഇല്ലല്ലേ? എന്നായിക്കോട്ടെ. നമ്മളൊരു ഇതില് നമ്മള് അങ്ങനെ വെറുതെ മസാല കൂട്ടി പറഞ്ഞു. അത് അത്രേ ഉള്ളൂ. എനിക്കറിയാം. തോക്ക് വർക്കിംഗ് അല്ലേ? അതൊക്കെ താങ്ക് യു സോ മച്ച്. ഏട്ടൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏട്ടൻ എവിടെ നിന്നാണ്? കോഴിക്കോട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെ എല്ലാ കൊല്ലം വരും? എല്ലാ കൊല്ലം വരലുണ്ട്. എന്താണ് നിലമ്പൂരാരെ പറ്റി പറയാനുള്ളത്? നിലമ്പൂർ നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാരാണ്. ഉഷാറാണ്. ഫുഡൊക്കെ കഴിച്ചോളെ? ഫുഡ് കഴിച്ചില്ല. അത് കിട്ടൂല. ഇവിടെ ഫുഡ് കിട്ടൂല. ഫുഡ് കിട്ടുമല്ലോ. ഇവിടെ അടിപൊളി ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര ഹോട്ടലല്ലോ. അങ്ങനെ പക്ഷെ തട്ടുകട അങ്ങനത്തെ അടിപൊളി സെറ്റപ്പ് ഉണ്ട്. 24 ഒക്കെ ഫുഡ് കഴിക്കും. നല്ല തട്ടുകടകളുണ്ട്. ഇതിനെത്ര? ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധനങ്ങളാണ്. അതാണ് മെയിൻ സാധനം. അപ്പൊ അഫിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ബാർബി. അഫി വന്നപ്പോ തന്നെ ചോദിക്കണ്ട് ബാർബി എവിടെ? ബാർബിയും കൂടി സ്കാനർ കേട്ടോ. ബാർബിക്ക് എത്ര? 70 രൂപ. അപ്പൊ ഒരു പിന്നെ ആള് വരിക. എന്താണ് കഴിഞ്ഞാൽ പിന്നെ ആള് വരിക. അന്നേരം പൂട്ടിക്കാൻ പോലീസ് വരും. അപ്പൊ എത്ര ടൈം പറഞ്ഞേ? 10. ഓർക്ക് ടൈം എത്ര കൊടുത്തിട്ടുണ്ടാവും? കൊറേ പരിപാടിയുള്ള നിങ്ങളോടൊക്കെ ടൈം എപ്പോഴാണ് പറഞ്ഞേ? എത്ര മണി വരെ പറഞ്ഞേ? ഇല്ല ഇപ്പം വന്ന് പറഞ്ഞാൽ ഓല് പൂട്ടാൻ പറയുമ്പോൾ പൂട്ടി പോവാ. അത്ര ഉള്ളൂല്ലേ? മനസ്സിലായില്ലേ? തോക്കൊക്കെ വാങ്ങിയ വേഗം മുട്ടുപൊളിയാറല്ലേ പോലീസ്. അപ്പൊ ഏട്ടാ കാണാം. ഏട്ടന്റെ പേരെന്തേലും? ബാലൻ ചേട്ടൻ. നൈസ് ടു മീറ്റ് യു. നമ്മളെ പ്രേക്ഷകരോട് ഹായ് പറയൂ. ഹായ്. ഞങ്ങൾ ഇവിടെ തന്നെ. അപ്പോ യൂട്യൂബർ ബ്ലോഗറാണ് എല്ലാരും. ചെങ്ങായി കൊല്ലുവോ? തോക്കൊക്കെ എടുത്ത് നമ്മൾ തോക്ക് വാങ്ങി കൊടുത്ത് നമ്മൾ തന്നെ വെടി വെക്കുക. അപ്പൊ സിദ്ദീന് ഇതാ പൂക്കി. ഈ ഫ്രെയിം ഒന്ന് എടുക്ക്. കറക്റ്റ് ലൈറ്റിൽ എടുക്ക്. ഈ ഫ്രെയിം കാണണ്ടോ? സിദ്ദീനെ കാണുന്നുണ്ടോ? ഇവിടെ എടുക്ക്. എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ. സൂം ചെയ്തെടുത്തോ. സിദ്ദി വാങ്ങിയതാണ്. ധൂമജാല ഇട്.
ഇതൊക്കെയാണ് നമ്മളൊരു സന്തോഷം. ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷം കിട്ടുന്നതാണ് നമ്മളൊരു സന്തോഷം. അപ്പോൾ ബാർബിയും തോക്കും പടക്കങ്ങളൊക്കെ ആയി നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. പോലീസുകാർ ഇപ്പോൾ തന്നെ അട്ടി തുടങ്ങി. പോയിക്കോളി പെരേ പോയിക്കോളി ഇറങ്ങാണ്ട് ബാർബിയൊക്കെ വാങ്ങിക്കണേ വേഗം വിട്ടോളി ഇറങ്ങും. ഇത് പെരലെത്തിയിട്ട് വർക്ക് ചെയ്യാൻ ടോക്കണം കേട്ടോ, തീപ്പെട്ടി ഇട്ടിട്ട്. തോക്കൂടെ ഇവരൊക്കെ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്തൊക്കെ വാങ്ങണുണ്ടല്ലോ, എന്തിനാണ്? ആ ചെക്കന്മാര് എനിക്കറിയില്ലോ ഫസ്റ്റ് തന്നെ വന്നിട്ട് ആ ചെക്കന്മാര് ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേഗം നമ്മളെ കണ്ടപ്പോഴേ തോക്ക് 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 എന്താണ് കുറെ കാര്യങ്ങളിൽ മാല വാങ്ങണ കട കയറിയിട്ട് വയസ്സ് കൂടുന്നിടത്തോളം നമ്മള് കാരണം ഒരു തല ഹോൾസെയിലിൽ കൊടുക്കാൻ സൗദ ഇവിടെ പാവത്തൊന്നും കേൾക്കണ പോലും ഇല്ലല്ലോ. സൗദ് വാങ്ങിക്കണേ. ആ സൗദ ആവശ്യമുള്ള ഫോണൊക്കെ വിളിച്ച ഫോട്ടോ ഒക്കെ അയച്ചെടുത്തേ. ഏത് വേണമോളൂ ബസ്സിലൊക്കെ മരണക്കിണറും കൂടി കാണണോ? ഓ സ്നിക്കേഴ്സിന്റെ എറൈസറോ? എറൈസർ സ്നിക്കേഴ്സ് അല്ല എറൈസർ. ഏത് ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങള് ഫുൾ സെറ്റപ്പില്ലേ? ആ അപ്പൊ ഹർഷി പറഞ്ഞത് അപ്പൊ നമ്മള് തുടങ്ങിയത് പോപ്കോണിലാണെങ്കിലും അവസാനിപ്പിക്കാൻ പോണത് പായസത്തിലാണ്. ഹർഷി പറഞ്ഞു പായസം കുടിക്കാൻ പറഞ്ഞു. ബോളിയും പായസോ? എടാ ഞാൻ ഷുഗർ കട്ടാണേ. മധുരമില്ലാത്ത പായസം കിട്ടുമോ? ഷുഗർ ഇല്ലാത്ത കിട്ടും എന്ന് പറയും. എടാ മരണക്കിണറിന് ഇപ്പോഴും ക്യൂ ഉണ്ട്, ഒന്ന് പോയി കണ്ടാലോ? ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മളെ മരണക്കിണറൊക്കെ കഴിഞ്ഞു. നമ്മൾ പോകാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അല്ലേ? ഓ തോണി സീന്, ലോകത്തിലെ ഏറ്റവും വലിയ അതിലേറെ സീന്. ഓ അതാകെ തല കറക്കി. സൈക്കോ ഇന്ന് എന്നെ രക്ഷിച്ച ആൾ സൈക്കോ ആണ്. ഞാൻ കോഴിക്കോട് പോയതേനു. അപ്പോൾ എനിക്ക് തിരിച്ചു പോയാൽ വണ്ടി ഇല്ലാതപ്പോൾ സൈക്കോ അവിടെ സഹായിയായി. ആ കാര്യത്തിൽ സൈക്കോനെ കഴിഞ്ഞിട്ടുള്ളൂ. സ്നേഹം കൊടുകൈ അതിപ്പോ എന്താണേലും അത് സൈക്കോനെ കഴിഞ്ഞിട്ടുള്ളൂ. സൈക്കോ പറയുമ്പോൾ ഓനൊന്നും ഒരാവശ്യമില്ല, ഓൻ വെറുതെ വീട്ടിലിരിക്കുകയാണ്. ഓനെ വേണമെങ്കിൽ എന്താ കുറച്ച് നേരം കൂടി കടന്നുറങ്ങിയിട്ട് അവിടെ ഒരു സീരീസൊക്കെ കണ്ട് മെല്ലെ ഇങ്ങനെ ഇരിക്കുക. ഓനെന്ത് വണ്ടി എടുത്തു, ഓൻ്റെ ടയർ പൊട്ടിയ വണ്ടി കൊണ്ടുപോകാൻ വന്നു. അവിടെയാണ് പോയിന്റ്, എന്നോടത്ത് പോയിന്റ്. ടയർ പൊട്ടിയ വണ്ടി കൊണ്ട് വന്നു. എന്നിട്ട് എന്നെ കോഴിക്കോട് നിന്ന് എടുത്തു. ഞങ്ങൾ വരുന്ന വഴിക്ക് ടയർ മാറ്റി നിലമ്പൂർ വരെ വന്നു. അപ്പോൾ ഞങ്ങളൊരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് സൈക്കോനെ നമ്മൾ നിലമ്പൂർ പാട്ട് കാണിച്ചു. എങ്ങനെയുണ്ട് നിലമ്പൂർ പാട്ട്? അടിപൊളിയാനോ സീനേനോ? ധോണി എങ്ങനെയുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ധോണി ധോണിയാണെങ്കിലും സീനായത്. അടിപൊളി. വായക്കാട് പാട്ടില്ല സാറില്ല കേട്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യം. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ തോണിയിലായിട്ട് മേലെ നീച്ചിക്കാൻ കഴിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ആകെ പോയി പുറത്തം വിട്ടു. ഛർദിച്ചോ? എന്നുവെച്ചാൽ ഇങ്ങനെ കറങ്ങുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാം, പിന്നെ അങ്ങോട്ട് തന്നെ പോവാ. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും 360 460 ഫുൾ കറക്കം. സ്നാപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. കമ്മലൊക്കെ വാങ്ങിക്കണേ. ഞാൻ കമ്പനി വാങ്ങിയോ? ആർക്ക്? കമ്മലേ ആർക്ക് കമ്മല് വാങ്ങി? ഗൈസ് അപ്പൊ റിനാനൊരു കമ്മല് വാങ്ങിയിട്ടുണ്ട്. ആർക്കാ വാങ്ങിയത് നിങ്ങൾ ഗസ് ചെയ്യുക. എന്തിനാ വാങ്ങിയത് നിങ്ങൾ ഊഹിച്ചെടുക്കുക. എങ്ങനെ ഇതിന് എങ്ങനെ എക്സ്പീരിയൻസ്? ലോകത്തിലെ ഏറ്റവും വലിയ തോണി തോണി സീന് പൊളി മൂട് കറങ്ങനെ നമ്മളുണ്ടായിരുന്നോണ്ടേ നമ്മളിങ്ങനെ ആടി കളിച്ച്. അപ്പോൾ മരണക്കിണർ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ പോലീസുകാരെ അടി വിട്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ ദിവസം പോകാൻ പറ്റണമെങ്കിൽ പോകാം. പിന്നെ അനു വന്നിട്ട് എന്തായാലും ആഴ്ചമാത്താനും നമ്മളെ രാധാകൃഷ്ണേട്ടനെയൊക്കെ കൂട്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റേ സാധനങ്ങളൊക്കെ കുറച്ച് നേരത്തെ പോകണം, അപ്പോഴേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എക്സ്പ്ലോറിംഗ് മൂഡിൽ നമുക്ക് പോകണം. ഇന്ന് നമുക്ക് എല്ലാം ഹറിബറി ആയിപ്പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. എന്തൊക്കെ വ്ളോഗ് ചെയ്യണം നിങ്ങൾ, അങ്ങനത്തെ വ്ളോഗ്. പക്ഷെ നമ്മൾ ഡയറ്റിലായതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യാത്തത്. നമ്മൾ കുലിക്കൊക്കെ കുടിച്ചിട്ടേ പോലുള്ളൂ. നൂഡിൽസ് ചലഞ്ച് ഉണ്ട്, അത് എല്ലാവരും പറയുന്നുണ്ട് കമന്റിൽ. നോമ്പിന് മുന്നേ ഒരു നൂഡിൽസ് ചലഞ്ച് കൂടി നമുക്ക് വെക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളെ ചെക്കനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കണം. അവനെ കാണിച്ചു കൊടുക്കും, ചെക്കനെ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കട്ടെ. ഒരു ഹായ് പറയും പ്രേക്ഷകരോട്. ചെക്കനാണ് ഇത്രയും നേരം നമുക്ക് വ്ളോഗ് എടുത്തുന്നത്. എല്ലാവരും മാറി എടുത്തിക്കണം. അർഷി എടുത്തിക്കണം, സൈക്കോ എടുത്തിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഉസ്ബാനി.